സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഓൾ. താങ്ക് യു വസീംക. ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ക്ലിയർ ആണോ? യെസ്, ഹലോ. ക്ലിയർ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യയിലെ തന്നെ ടോപ്പ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിലുള്ളതിൽ ഒന്ന് എടുത്ത് പറയാം. IIT മദ്രാസ്, ISC ബാംഗ്ലൂർ, IIT ബോംബെ, IIT ഡൽഹി, പിന്നെ എയിംസ് ഡൽഹി, IIT റൂർക്കെ. അപ്പോൾ ഇതുപോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റി നമ്മുടെ പാരൻസിനും സ്റ്റുഡൻസിനും എല്ലാം വളരെയധികം അവെയർ ആണ്. ലൈക്ക് അതിൻ്റെ എൻട്രൻസ്, JEE, നീറ്റ് എന്നല്ല പറഞ്ഞാൽ വളരെ ഫെമിലിയർ ആണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമിന് പുറമെ അവരുടെ പല പല ഡ്രീംസ് ഉണ്ടാവും. ലൈക്ക് അവർക്ക് കാർപ്പൻ്റർ ആവാൻ താല്പര്യം ഉണ്ടാവും, ഫുഡ് ടെക്നോളജി പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, ടീച്ചർ ആവാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാമുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിൽ തന്നെയുണ്ട്. പക്ഷേ മെയിനായിട്ട് പ്രോബ്ലം പറഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി അവെയർ ആകുന്നില്ല എന്നതാണ്. സോ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എ കോംപ്രഹെൻസീവ് എക്സ്പ്ലോറേഷൻ ഓഫ് ഇന്ത്യാസ് എമർജിങ് ഹൈ ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. സോ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസിനെല്ലാം അവരുടെ ഡ്രീം ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലേക്ക് എങ്ങനെയാണ് അവർ എത്തിച്ചേരുക, അതിലേക്കുള്ള കടമ്പകൾ എന്താണെന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ മൈസെൽഫ് ഫാഹിം പി, ഞാൻ RI മൈസൂരിലെ സ്റ്റുഡൻ്റ് ആണ്. സോ RIനെ പറ്റി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് RI? റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം വരുന്നത്. സോ RI എന്താ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ എൻജിനീയേഴ്സിനെല്ലാം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ആണ് NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. സോ അതിന് ഫസ്റ്റ്ലി അതിന് പേര് വന്നിരുന്നത് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നായിരുന്നു, REC. അതേപോലെ തന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് ആണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. സോ REC എന്നുള്ളതാണ്. പിന്നീട് നാമം ചേഞ്ച് ചെയ്തിട്ടാണ് NIT ആയത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആയത്. സോ അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ അത്രയും വാല്യൂ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ. സോ ഇന്ത്യയിൽ തന്നെ 5 റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ RI അജ്മീർ, RI ഭോപ്പാൽ, RI ഭുവനേശ്വർ, RI മൈസൂർ, RI ഷില്ലോങ്. ഓക്കെ. പിന്നീട് ഇവിടേക്കെല്ലാം നമുക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരു RIC എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. സോ ഈ എക്സാമിനെ പറ്റി നമുക്ക് കൂടുതൽ ഡീപ്പായി വരികയാണെങ്കിൽ ഹലോ എക്സാം സർ. തന്നെ ഹലോ സർ. ഒരു പറയൂ. എന്റെ ഫോണിന്റെ കുഴപ്പമാണോ എന്നറിയില്ല, ആളെ കാണുന്നില്ല കേട്ടോ. ആളെ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നുണ്ട്, പക്ഷെ പറയുന്ന ആളെ കാണുന്നില്ല. ഇല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ PPT എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. പിന്നീട് Q&A സെക്ഷനിലായിരിക്കും നമ്മൾ ഫേസ് വിസിബിൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അതന്നെ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം കാണാതിട്ടത്. നോർമലി അങ്ങനെ അല്ലാത്തതുകൊണ്ട്. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ RICനെ പറ്റി പറയുകയാണെങ്കിൽ RIC തന്നെ 3 ലെവലിലായിട്ടാണ് നടക്കുന്നത്. ഗ്രൂപ്പ് A എക്സാമിനേഷൻ ഉണ്ടാവും, ഗ്രൂപ്പ് B എക്സാമിനേഷൻ ഉണ്ടാവും, ഗ്രൂപ്പ് C എക്സാമിനേഷൻ ഉണ്ടാവും. ഈ ഗ്രൂപ്പ് A പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്രൂപ്പ് B പറയുമ്പോൾ ഈ BEd പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസിനുള്ള എക്സാമിനേഷൻ ആണ്. ഗ്രൂപ്പ് C എന്ന് പറയുന്നത് MEd പഠിക്കാനുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എക്സാമിനെ പറ്റി ഒന്നുകൂടി ഡീപ്പായിട്ട് വരാം. എക്സാം പറയുമ്പോൾ ഗ്രൂപ്പ് Aയും ഗ്രൂപ്പ് Bയും ഗ്രൂപ്പ് Cൻ്റെയും എല്ലാം മാർക്കിംഗ് സ്കീം വരുന്നത് ഇങ്ങനെയാണ്. ലാംഗ്വേജ് പ്രൊഫഷൻസിക്ക് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ നമുക്ക് 2 മാർക്കാണ്. അപ്പോൾ 40 മാർക്കാണ് ലാംഗ്വേജ് പ്രൊഫഷൻസിന് വരിക. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഒബ്വിയസ്ലി നമ്മളൊരു ടീച്ചിങ് റിലേറ്റഡ് ഫീൽഡിലേക്കാണല്ലോ പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞാൽ അവരുടെ അധ്യാപനത്തിലുള്ള അഭിരുചി അളക്കുക എന്നതാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവും. അതിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ
60 മാർക്കാണ് ആ സെക്ഷന് വരിക. പിന്നെ റീസണിങ് എബിലിറ്റി പറഞ്ഞാൽ അത് നമ്മുടെ ഓൾമോസ്റ്റ് ഈ PSC SSC എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ള ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ന്യൂമറിക് എബിലിറ്റി ആ ഒരു പോർഷൻസ് നിന്നാണ് ഈ റീസണിങ് എബിലിറ്റി എന്നുള്ള സെക്ഷനിൽ വരിക. അത് 30 ക്വസ്റ്റ്യൻ 60 മാർക്ക്. സോ ടോട്ടലി 80 ക്വസ്റ്റ്യനിൽ 160 മാർക്കാണ് നമ്മൾ അതിൽ സ്കോർ ചെയ്യേണ്ടി വരിക. പക്ഷേ ഇതിൽ തന്നെ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരികയാണെങ്കിൽ അതെ MCQs ആണ് ഫുള്ളായിട്ട് വരിക. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് പോലും വരില്ല. സോ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരികയാണെങ്കിൽ ഇപ്പോൾ 60% ഈ എൻട്രൻസിന്റെ മാർക്കാണ് അവർ പരിഗണിക്കുക. ബാക്കി 40% അവർ നമ്മുടെ PU അഥവാ നമ്മൾ +2 പഠിച്ചതിന്റെ മാർക്ക് ബേസ്ഡാണ് നോക്കുക. ഇപ്പോൾ 40% നമ്മുടെ +2ൻ്റെയും 60% എൻട്രൻസിന്റെയും മാർക്ക് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് അവർ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എല്ലാം പബ്ലിഷ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ കോഴ്സിന് എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ BSc അവിടെ ഏതൊക്കെ കോഴ്സാണ് ഓഫർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം പറയാം. BSc B.Ed ഉണ്ട്, BA B.Ed ഉണ്ട്, MSed ഉണ്ട്, B.Ed ഉണ്ട്, M.Ed ഉണ്ട്. സോ ഓരോന്ന് ഡീപ്പായിട്ട് വരികയാണെങ്കിൽ BSc B.Ed പറയുമ്പോൾ 4 കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് BScയും B.Edഉം കൂടി കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ BSc B.Ed തന്നെ 2 തരത്തിലുണ്ട്. BSc B.Ed PCM ഉണ്ട്, BSc B.Ed CBZ ഉണ്ട്. BSc B.Ed PCM എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് 3ഉം മേജറായിട്ട് വരും. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് B.Edഉം കൂടി വരുന്ന ഒരു ഓപ്ഷനാണ് BSc B.Ed PCM. ഓക്കെ, അതുപോലെ തന്നെ BSc B.Ed CBZ എന്ന് പറയുന്നത് കെമിസ്ട്രി, ബോട്ടണി, സോളജി ഇത് മൂന്നിന്റെ ഡിഗ്രി നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ B.Edഉം കൂടി ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് BSc B.Ed CBZ. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. പിന്നീട് BA B.Ed എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടാകും, പിന്നെ ജോഗ്രഫിയോ എക്കണോമിക്സോ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം, പിന്നെ ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ ഈ 3 നമുക്ക് അതിൽ എക്കണോമിക്സും ജോഗ്രഫിയും നമ്മൾ ചൂസ് ചെയ്യുക, ബാക്കി ഹിസ്റ്ററിയും ഇംഗ്ലീഷും ഉണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നാണ് പറയുക. സോ അതിൽ നമുക്കുണ്ടാവും. അതാണ് BA B.Ed ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ MSed പറഞ്ഞാൽ നമുക്ക് ഈ BSc B.Ed PCM എന്ന് തന്നെ പറഞ്ഞില്ലേ, അതോടൊപ്പം നമുക്ക് MSc കൂടി അവിടെ നിന്ന് ചെയ്യാം. സോ അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 6 ഇയർ കോഴ്സാണ്. അപ്പോൾ നമുക്ക് ആ കോഴ്സ് കഴിയുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുക എന്ന് വെച്ചാൽ ഇപ്പൊ അതിൽ നമുക്ക് ചൂസ് ചെയ്യണം ഇപ്പോൾ ഏതാണ് നമുക്ക് ചെയ്യേണ്ടത്, ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ മാത്സ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു മാത്സ് ആണ് എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മാത്സ് ആണ് ചൂസ് ചെയ്യാന്ന് വെക്കുകയാണെങ്കിൽ BSc B.Ed ആയിട്ട് നമുക്ക് ഫസ്റ്റ് ആ കോഴ്സ് വരും. അപ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പ്ലസ് B.Edന്റെ അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ടാവും. പിന്നെ MSc മാത്സും കൂടി നമ്മൾ അവിടെ നിന്ന് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 4 കൊല്ലം നമ്മൾ BSc B.Ed PCM ചെയ്യുന്ന വിദ്യാർത്ഥികളൊപ്പം തന്നെ ആയിരിക്കും. പിന്നീട് അവരെന്ത് ചെയ്യും, അത് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ മാത്സ് മാസ്റ്റേഴ്സ് MSc ചെയ്യണവർക്ക് അവർ 20 കുട്ടികളെ സെപ്പറേറ്റ് ആക്കും, 20 കുട്ടികളെ സെപ്പറേറ്റ് ആക്കും, 20 കുട്ടികളെ സെപ്പറേറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫിസിക്സ് സെപ്പറേറ്റ്, മാത്സ് സെപ്പറേറ്റ്, കെമിസ്ട്രി സെപ്പറേറ്റ്. അപ്പൊ അങ്ങനെയാണ് വരിക. MSc Ed പറഞ്ഞാൽ MSc M.Ed അല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. MSc Ed പറയുമ്പോൾ നമുക്ക് BScയും B.Edഉം കിട്ടും, പിന്നെ MScയും M.Edഉം കിട്ടില്ല എന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, BSc B.Ed ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് UG ലെവലിൽ ഡിഗ്രി ഉണ്ടാവും, അതിൻ്റെ ഒപ്പം B.Ed ഉണ്ടാവും. പിന്നീട് MSc ഏതെങ്കിലും ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന്റെ PG കൂടി നമുക്ക് അതിലുണ്ടാവും. ഓക്കെ, പിന്നെ ഉള്ളതാണ് B.Ed. അപ്പം B.Ed ഇപ്പം പുതിയ റൂൾസ് അനുസരിച്ച് 1 ഇയർ ആവാൻ പോകുന്നു കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ B.Ed ഇപ്പോൾ കറന്റ് അവിടെ റൺ ചെയ്തിരുന്നത് 2 ഇയർ പ്രോഗ്രാമാണ്. B.Ed ഉണ്ട്, M.Ed ഉണ്ട്. പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞ BSc B.Ed, BA B.Ed, MSed ഇതിനെല്ലാം നമുക്ക് ഗ്രൂപ്പ് A എക്സാമിനേഷൻ ആണ്, RI കോമൺ എൻട്രൻസ് എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, പിന്നീട്
നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റിയിലേക്ക് പോവാം. BSc B.Ed, BA B.Ed, MSc ആണല്ലോ പറയുന്നത്. അപ്പോൾ BSc B.Ed പറഞ്ഞാൽ നമ്മൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് നമുക്ക് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. ഓക്കെ. പിന്നെ CBZ അഥവാ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഇത് ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ബയോളജി സബ്ജക്ട്സ് നമ്മൾ തീർച്ചയായിട്ടും +2 ലെവലിൽ പഠിച്ചിരിക്കണം. ഇത്രയൊരു എലിജിബിലിറ്റി ആണ് പറയുന്നത്. പിന്നീട് BA B.Ed നമ്മൾ ഏത് സ്ട്രീമിൽ നിന്നുള്ളതാണെങ്കിലും ഓക്കെ. നമ്മൾ സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ആർട്സ് ആണോ, ഇതൊന്നും അതിനെ മാറ്റർ ചെയ്യുന്ന പ്രോബ്ലം അല്ല. അപ്പോൾ നമ്മൾ ഏത് ഫീൽഡിൽ നിന്നാണെങ്കിലും BA B.Ed RI ചെയ്യാം. പക്ഷേ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2022-20 പ്രകാരം പുതിയ NCET പറഞ്ഞ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ വന്നെന്ന് എല്ലാവർക്കും അറിയാലോ. സോ NCET എൻട്രൻസ് എക്സാമിന്റെ ഭാഗമായിക്കൊണ്ട് ITEP പ്രോഗ്രാം ഓൾമോസ്റ്റ് എവറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. സോ അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ITEP പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിന് സിംഗിൾ മേജർ ആണ് വരിക. ഇപ്പോൾ RIയിൽ കയറുമ്പോൾ ട്രിപ്പിൾ മേജർ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് 3 ഡിഗ്രിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനൊപ്പം B.Ed ഉണ്ടാവും. പക്ഷേ ഈ ITEP പ്രോഗ്രാമിൽ ഒരു സിംഗിൾ മേജർ ആണ് വരിക. ഇപ്പോൾ ഒരു ഫിസിക്സ് എടുത്ത കുട്ടിക്ക് ഫിസിക്സിന്റെ ഡിഗ്രി മാത്രമേ കിട്ടുള്ളൂ. അതിനൊപ്പം B.Ed ഉണ്ടാവും. ഓക്കെ. പക്ഷേ പുതിയ NEP അനുസരിച്ചുകൊണ്ട് RIയിലും ഇത്തരം മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത അക്കാദമിക് ഇയറോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത മുതൽ RIയിലും ഇതുപോലെ സിംഗിൾ മേജറും അതിൻ്റെ ഒപ്പം B.Ed വരാന്നുള്ളതാണ് കേൾക്കുന്ന റിപ്പോർട്ട്സ് എല്ലാം. ഓക്കെ. പിന്നീട് B.Ed അതുപോലെ പറഞ്ഞല്ലോ ഒരു 1 ഇയർ B.Ed വരാനുള്ള ചാൻസും ഇപ്പോൾ നിലവിലുണ്ട്. പിന്നീട് RI മൈസൂരിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഓരോ കോഴ്സിനും 55 സീറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ. ഇപ്പോൾ BSc B.Ed PCMന് 55 സീറ്റ്സ്, പിന്നെ CBZ 55 സീറ്റ്സ്, പിന്നെ MSZന് 55 തന്നെ. അപ്പോൾ ഓരോന്നിന്റെ റൂൾസും റെഗുലേഷൻസും പറയാം. അപ്പോൾ ഈ 55 സീറ്റ്സിൽ നമുക്ക് ഓരോ സ്റ്റേറ്റിനായിട്ട് ഓരോ കോട്ട ഉണ്ടാവും. ഇപ്പോൾ കേരളക്കാർക്ക് 6 സീറ്റാണ് ഓൾമോസ്റ്റ് എല്ലാ കോഴ്സിനും കൊടുക്കുക. തമിഴ്നാട് 13, പിന്നെ കർണാടക 12, അങ്ങനെ ഓരോ സ്റ്റേറ്റിന്. ഇപ്പോൾ ഈ RI തന്നെ പറഞ്ഞാൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആണല്ലോ. അപ്പോൾ ഓരോ റീജിയൻസിലേക്കാണ് ഇത് സ്പ്രെഡ് ആയിട്ടുള്ളത്. സോ സൗത്ത് ഇന്ത്യൻ ഭാഗത്തുള്ളതാണ് നമ്മുടെ RI മൈസൂര്. സോ ഒബ്വിയസ്ലി നമുക്ക് കേരളത്തിലുള്ളവർക്ക് ആകെ അപേക്ഷിക്കാൻ കഴിയുന്ന ഏക RI പറഞ്ഞാൽ RI മൈസൂര് മാത്രമാണ്. RI ഭോപ്പാൽ, RI അജ്മീർ അവിടേക്കൊന്നും നമുക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ബിക്കോസ് നമ്മളെ ഹോം സ്റ്റേറ്റ് റിസർവേഷൻ എന്ന സംഭവം ഉണ്ട്. അപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് RI മൈസൂരിൽ സീറ്റ് റിസർവ് ആണ്. അപ്പോൾ 6 സീറ്റ് ആണെങ്കിലും വെക്കുകയാണെങ്കിൽ ഞാൻ അതിൽ ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ 2 സീറ്റ് OBC, 2 ജനറലി, 1 SC, 1 ST ഇതേപോലെയാണ് വരിക. ഇത് BSc B.Ed PCMും CBZും ഇതേപോലെയാണ് വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് 6 സീറ്റിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലായിരിക്കും. ഒബിയസ്ലി 6 സീറ്റാണ് ഒരു കോഴ്സിന് വരിക. അപ്പോൾ ഒരുപാട് NIT-ലൊക്കെ ഉള്ള പോലെ ഒരുപാട് നമ്പർ ഓഫ് കോഴ്സസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആകെ 3-4 കോഴ്സസ് ആണുള്ളത്. അപ്പോൾ 6 സീറ്റ് തന്നെ വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ ചാൻസ് നല്ലോണം ഉണ്ട്. പിന്നീട് പക്ഷേ MSZ കോഴ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ MSZ കോഴ്സ് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിലാണ് അതിന്റെ സീറ്റ് റിസർവേഷൻ വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹോം സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഒന്നും അതിൽ വരുന്നില്ല. നമുക്ക് എത്ര വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. സോ അത് നമ്മുടെ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മളെ എക്സാമിൽ എത്ര സ്കോർ ചെയ്യുന്നുള്ളതിന് ബേസ്ഡ് ആയിട്ടായിരിക്കും അതിൻ്റെ എല്ലാം അഡ്മിഷൻ വരിക. അപ്പോൾ ഞാൻ BA B.Ed, BSc B.Ed ഇതിനാണ് ഈ ഹോം സ്റ്റേറ്റ് റിസർവേഷന്റെ ഈ പ്രോബ്ലം എല്ലാം ഉള്ളത്. ഓക്കെ. പിന്നെ പറഞ്ഞാൽ RI 125 ഏക്കറോളം വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ക്യാമ്പസ് ആണ്. ലാബ്, ലൈബ്രറി ഇതുകൊണ്ടൊന്നെല്ലാം യാതൊരു പേടിയും വേണ്ട. മോഡേൺ ആയിട്ടുള്ളത് തന്നെ ഉണ്ട്. പിന്നെ RI എന്തുകൊണ്ട് ബാക്കി ITEP പ്രോഗ്രാമിന് ഡിഫറൻസ് ആണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു 3-4
മൂന്നാലല്ല 5-6 കൊല്ലമായിട്ട് അവിടെ പ്ലേസ്മെന്റ് 100%. 100% എന്ന് പറയുമ്പോൾ കേന്ദ്ര വിദ്യാലയ, നവോദയ വിദ്യാലയ, പിന്നെ ഒരുപാട് പ്രൈവറ്റ് സ്കൂൾസ് എല്ലാം അവിടെ റിക്രൂട്ട്മെന്റിന് വരും. കാരണം RIയിൽ പറയുമ്പോൾ ഈ NEP ഒക്കെ വരുന്നതിന് ഒരുപാട് കൊല്ലങ്ങൾ മുന്നേ തന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഈ കോഴ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അറിയാം എങ്ങനെയാണ് ഒരു സ്റ്റുഡൻസിനെ ഒരു ടീച്ചറായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അവരുടെ കരിക്കുലം ഡിസൈൻ ചെയ്യേണ്ടതെന്നെല്ലാം അറിയാം. അപ്പോൾ ഇതെല്ലാം അറിയുന്നതുകൊണ്ട് തന്നെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല പല റിക്രൂട്ടേഴ്സും RIയിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ നല്ലൊരു പാക്കേജിൽ തന്നെ അവിടെ പഠിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് ജോലി ഉറപ്പാണ് ഏകദേശം. പിന്നെ പറഞ്ഞാല് നമ്മുടെ സീല് വരിക പറഞ്ഞാല് NCERT ടാഗാണ്, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ട്രെയിനിങ്. അപ്പോൾ ഈ CBSE പഠിച്ച സ്റ്റുഡൻസിനെ എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് എല്ലാവരും NCERT ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതേ NCERT ആണ് ഇതിൻ്റെ എല്ലാം അപ്പർ ഓർഗനൈസേഷൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ NCERT അണ്ടറിലാണ് ഈ 5 RIസും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞാൽ NCERT ടാഗ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾസ് ലൈക്ക് KVH, NVയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു ഒരു അപ്പർ ആയിട്ടുള്ള ഒരു പ്രിവിലേജ് കിട്ടും. ഓക്കെ, NCERT ടാഗിന്റെ ഒരു വാല്യൂ ആണത്. ഓക്കെ, പിന്നെ പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഹോം സ്റ്റേറ്റ് ഇങ്ങനെ വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ എക്സ്പോഷർ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് RI എന്ന് പറയുന്നത്. പിന്നെ ഫാക്കൽറ്റീസ് ഒക്കെ പറഞ്ഞാൽ ഒരുപാട് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് PhD എല്ലാം ക്വാളിഫൈ ചെയ്തിട്ടുള്ള വലിയ വലിയ ഫാക്കൽറ്റീസിന് മാത്രമേ RIയിൽ അവർ റിക്രൂട്ട് ചെയ്യലുള്ളൂ. ഓക്കെ, അപ്പോൾ RIനെ പറ്റി ബേസിക്കലി ഇത്രയാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇനി അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാം അല്ലേ. അപ്പോ അടുത്തത് പറയുമ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ്. അപ്പോൾ ഇത് ബേസിക്കലി പറയുന്നത് നമ്മുടെ ഭിന്നശേഷിക്കാരായ, ഇപ്പോൾ കേൾവി ശക്തിയില്ലാത്ത, സംസാരിക്കാൻ കഴിയാത്ത സ്റ്റുഡൻസിനെ എല്ലാം നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആയുഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ അംഗവൈകല്യമുള്ള കുട്ടികൾ പഠിക്കുന്നുമുണ്ട്, അതോടൊപ്പം തന്നെ അവരെങ്ങനെ പഠിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്നുമുണ്ട്. ഓക്കെ, ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടാണ് തോന്നുന്നു. അപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അവിടെ തന്നെ ഒരു ഹെൽത്ത് കെയർ ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റുഡൻസ് വരും ഇങ്ങനെ ഒരുപാട് സ്കൂൾസിൽ നിന്നുള്ള, അപ്പോൾ അവരെല്ലാം ക്ലിനിക്കലി നോക്കുന്നതും പിന്നെ അവർക്ക് മെഡിസിൻ കൊടുക്കുന്നതൊക്കെ അവിടെ നിന്നാണ്. പിന്നെ തന്നെ അവിടെ പല പല പ്രോഗ്രാംസ് അവർ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രോഗ്രാം പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്നുള്ളതാണ്. സോ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് പറഞ്ഞാൽ ഇതൊരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി തന്നെയാണല്ലോ. സോ ഇതിനുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് +2 നമ്മൾ ഫിസിക്സ്, മാത്സ് കമ്പൽസറി പഠിച്ചിരിക്കണം. പിന്നെ അതോടൊപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ലൈക്ക് ബയോളജി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് നമ്മൾ പഠിച്ചിരിക്കണം എന്നാണ് അതിന്റെ റൂൾസ് പറയുക. അപ്പൊ അതിൽ സെപ്പറേറ്റ് എക്സാമിനേഷൻ എല്ലാം അവർ ആഴ്ച തന്നെയാണ് നടത്തുക. അപ്പോൾ 150 മിനിറ്റ്സിന്റെ ഡ്യൂറേഷനുള്ള എക്സാം ആയിരിക്കും. അപ്പോൾ 3 മേജർ സബ്ജക്ട്സ് ഞാൻ പറഞ്ഞല്ലോ. സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡീപ്പായിട്ട് വരാം. ഫിസിക്സ്, കെമിസ്ട്രി, അതിന് രണ്ടിനും 15 മാർക്സ് ഉണ്ടാവും. പിന്നെ ബയോളജി ഓർ മാത്തമാറ്റിക്സ്, ഇതിന്ന് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ ടോട്ടലി 150 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇപ്പോൾ മോസ്റ്റ്ലി ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ NCERT ടെക്സ്റ്റ് ബുക്കിലൂടെ തന്നെ കടന്നു പോവാം. +1 +2 NCERT ടെക്സ്റ്റ് ബുക്കാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്യാനെല്ലാം നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. സോ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി നമ്മുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ PYQs ഒക്കെ ഓൾമോസ്റ്റ് ആയിഷിന്റെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ നമുക്ക് കാണാം ഈ എക്സാമിനേഷന്റെ PYQs എല്ലാം. സോ അതിലൂടെ റൺ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. പിന്നെ ഈ നീറ്റ് എല്ലാം കിട്ടിയില്ല നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ആയിഷിന്റെ എക്സാം അപ്പിയർ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം നല്ലൊരു പ്ലേസ്മെന്റ് ആണ് വരുന്നത്.
കാരണം ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ കേന്ദ്ര വിദ്യാലയ നവോദയ വിദ്യാലയ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലെല്ലാം ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ ഒരു പോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നമ്മൾ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഇങ്ങനത്തെ കോഴ്സുകൾ ഉണ്ടല്ലോ, BEd ഇൻ ഹിയറിംഗ് ഇമ്പാരന്റ്, പിന്നെ ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ്, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കഴിഞ്ഞവർക്കാണ് അവര് ആ ഒരു പോസ്റ്റ് ഓഫർ ചെയ്യുന്നത്. സോ അതിൽ തന്നെ ഇങ്ങനത്തെ വളരെ റെയർ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇങ്ങനെയുള്ളതല്ല. അപ്പം കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. ലൈക്ക് ഇവിടുന്ന് പാസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കോഴ്സ് പഠിച്ചവരെ കിട്ടാൻ ഭയങ്കര ഇടങ്ങേറായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ജോബ് ക്രാക്ക് ചെയ്യണ പ്രോസസ്സ് ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം ആയുഷിനെ പറ്റി ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ആയുഷ് ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ഹിയറിംഗ് എയ്ഡ് ആൻഡ് ഹിയർ മൊഡ്യൂൾ ടെക്നോളജി. പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ആണ്. പിന്നെ MSc പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. MSc ഇൻ ഓഡിയോളജി, MSc ഇൻ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, MSc ഇൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. പിന്നെ ഡോക്ടറൽ പ്രോഗ്രാംസ് ലൈക്ക് PhDs ഇൻ ഓഡിയോളജി, PhD ഇൻ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഇവയെല്ലാം ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ പറഞ്ഞാൽ അക്കാദമിക് എക്സ്പോഷർ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒരുപാട് സ്റ്റേറ്റിലെ സ്റ്റുഡൻസ്, ഒരുപാട് വലിയ ഫാക്കൽറ്റീസും ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു കൊഗ്നേറ്റീവ് മൈൻഡും എല്ലാം തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, സോ ആയിഷിനെ പറ്റി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാൻ തോന്നുന്നു. സോ അടുത്തത് പറഞ്ഞാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ്. ലൈക്ക് ഇപ്പം നമുക്ക് നാട്ടിലെല്ലാം BA MA മലയാളം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കൊക്കെ PhDയും അതിന് പുറമെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ്. ഓക്കെ, ഇപ്പോൾ CILന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് മൈസൂരാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് CIലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് ഡിപ്ലോമ കോഴ്സസ് ആണ്. ഓക്കെ, ഡിപ്ലോമ കോഴ്സസും പിന്നെ ഈ ഇപ്പോൾ ഒരുപാട് ഗവൺമെന്റ് എക്സാംസ് ക്രാക്ക് ചെയ്ത ടീച്ചേഴ്സിനെല്ലാം ട്രെയിനിങ്ങിനായിട്ട് വിളിക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇതിൽ ബെസ്റ്റ് പറഞ്ഞാൽ നമ്മൾ PhD എല്ലാം ക്രാക്ക് ചെയ്ത് ഐ മീൻ നെറ്റ് ക്രാക്ക് ചെയ്ത് PhD ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് CIലായിരിക്കും. ലൈക്ക് ഈ ലാംഗ്വേജ് വൈസ് പോകുന്ന ആൾക്കാർക്ക്, ലിംഗ്വിസ്റ്റിക് ബേസ് പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് CIലനായിരിക്കും. പിന്നെ റിക്രൂട്ട്മെന്റ് എക്സാംസ് പറഞ്ഞാൽ മോസ്റ്റ്ലി അവരൊരു റിട്ടേൺ എക്സാമിനേഷൻ നടത്തലാണ്. CIലിന് തന്നെ സെപ്പറേറ്റ് എക്സാമിനേഷൻ നടത്തും. അപ്പൊ അതിന്റെ ബേസിൽ അവര് അഡ്മിഷൻ കൊടുക്കലാണ് സാധാരണ. പിന്നെ ചില ലൈക്ക് PhDs അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇന്റർവ്യൂസും അവർ കണ്ടക്ട് ചെയ്യലുണ്ട്. ഓക്കെ, പിന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ലാംഗ്വേജസ് പറഞ്ഞാൽ ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം, ഉറുദു, ബാംഗ്ല, അസാമി, മണിപ്പൂരി, ഒഡിയ, പഞ്ചാബി, ഗുജറാത്തി, മറാത്തി, നേപ്പാളി, സന്താളി. അപ്പോൾ ഓൾമോസ്റ്റ് എവറി ലാംഗ്വേജസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സാമിനേഷന്റെ പേര് പറഞ്ഞാൽ നാഷണൽ ടെസ്റ്റിംഗ് സർവീസ് ഇന്ത്യ ആണ് ഇത് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ CIL എൻട്രൻസ് എക്സാമിനേഷൻ ആണ് പേര് വരുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞാൽ ഇതിന് തന്നെ പല സബ് റീജിയണൽ ലാംഗ്വേജ് സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മൈസൂര് ഒന്നുണ്ട്, പിന്നെ ഭുവനേശ്വർ ഉണ്ട്, പട്യാല ഉണ്ട്, പൂനെ ഉണ്ട്, ഗുവാഹത്തി ഉണ്ട്, ലക്നൌവിലുണ്ട്. ഓക്കെ, ഇവിടെ പല സ്ഥലത്ത് പല ലാംഗ്വേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇപ്പൊ പറയുകയാണെങ്കിൽ മൈസൂർ തന്നെയാണെങ്കിൽ കന്നഡ, മലയാളം, തമിഴ്, തെലുങ്കു. കാരണം മൈസൂർ റീജിയൻസിന്റെ സറൗണ്ട് ആയിരിക്കുന്ന നെയ്ബറിംഗ് സ്റ്റേറ്റ്സിനുള്ള ലാംഗ്വേജസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുമ്പോൾ ഫാക്കൽറ്റീസ് ഞാൻ പറഞ്ഞല്ലോ, എക്സ്പോഷർ ആണ് ഓൾമോസ്റ്റ് ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെല്ലാം നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. സോ ലൈബ്രറിയിൽ ആക്കാണ് പറഞ്ഞാൽ അവരുടെ ലൈബ്രറി ഞാൻ വിസിറ്റ് ചെയ്യുന്നു. ഭയങ്കര ജൈജാൻറ്റിക് ആയിട്ടുള്ള ലൈബ്രറിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ CIL പറ്റി ഇത്രയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി FDDI പറ്റി പറയാൻ തോന്നുന്നു. സോ FDDI പറഞ്ഞാൽ ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മളെല്ലാവരും ചെരുപ്പ് ധരിച്ചാണല്ലോ പുറത്തിറങ്ങല്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നു, അതിന്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം പറ്റി നമ്മളെ സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ പേരാണ് ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ 12 സെന്റേഴ്സ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനായി വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് നോയിഡയിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ പല ഏരിയയിലും പല രീതിയിലുള്ള ടീച്ചിങ് അല്ലെങ്കിൽ പല കരിക്കുലമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ റോത്താക്കിലാണ് നോൺ ലെതർ ഫുഡ്വെയറിനെ പറ്റിയാണ് അവർ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ജോധ്പൂരാണ് സേഫ്റ്റി ആൻഡ് പ്രൊസെറ്റിക്സ്, കൊൽക്കത്ത ലെതർ ഗുഡ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെന്നൈ ആണെങ്കിൽ ലാസ്റ്റ് ആൻഡ് മോൾഡിനെ പറ്റിയെല്ലാം ആണ് അവർ കരിക്കുലം മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോ ഐ തിങ്ക് ഇറ്റ്സ് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഈ ചെരുപ്പ് ഡിസൈൻ ചെയ്യാൻ വരെ സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ പലർക്കും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതിനെ പറ്റി അറിയില്ല. അപ്പോൾ അവർ അവെയർ ആവാത്തതാണ് മെയിൻ പ്രശ്നം. അപ്പം ലൈക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവര് ഈ FTDIക്ക് ഒരുപാട് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ടൈപ്പ് ഉണ്ട്, ലൈക്ക് യൂണിവേഴ്സിറ്റി ഓഫ് നോർത്താംപ്ടൺ. അപ്പം അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താ പറഞ്ഞാൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പം അപ്പം പാരീസോ അല്ലെങ്കിൽ ജർമ്മനോ അപ്പൊ അവിടെ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കൾച്ചർ അവൾ ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 5 ഇയർ കോഴ്സ് ആണ് വിചാരിക്കുക. അപ്പോൾ ഒരു 4th ഇയർ ആകുമ്പോൾ അപ്പോൾ അവിടെ ഇന്ത്യയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ത് ചെയ്യും, അവിടേക്ക് പോകും. അവിടെയുള്ള സ്റ്റുഡൻസ് ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ എന്നിട്ട് അവര് രണ്ടാളും അവരുടെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ അക്കാദമിക് എക്സ്പോഷറും നമ്മുടെ ഇന്ത്യനെ പറ്റിയുള്ളതും അപ്പോൾ എല്ലാം വാസ്റ്റ് ആവും. ഓക്കെ, പിന്നെ PhD പുറത്തു പോവാണെങ്കിലൊക്കെ തന്നെ ഇത് ബെസ്റ്റ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി MA സീലർ എന്ന പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പാരീസിലുള്ള ഒരു യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിലൂടെ തന്നെ അവരുടെ 4th ഇയർ ആണ്, ഐ തിങ്ക് 4th ഇയർ ആകുമ്പോൾ അവർക്ക് പാരീസിൽ പോവാം. ഈ പോണ്ടിച്ചേരി സ്റ്റുഡൻസിന് പാരീസിൽ പോയിട്ട് അവിടുന്ന് മാസ്റ്റേഴ്സ് ചെയ്യാം, എന്നിട്ട് റിട്ടേൺ ആയിട്ട് ഇന്ത്യക്ക് വരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ FDDIയിലേക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ പ്രോഗ്രാംസ് ആയിട്ട് റൺ ചെയ്ത പറഞ്ഞാല് BDSഉം MDSഉം ആണ്. അതിൽ തന്നെ പറഞ്ഞല്ലോ പല രീതിയിൽ ഫുഡ്വെയർ, ഫാഷൻ, ലെതർ, ലൈഫ് സ്റ്റൈൽ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ BBA ഉണ്ട്, MBA ഉണ്ട്. പക്ഷെ BBA MBA അറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന സെയിം കരിക്കുലം എന്താണ് വിചാരിക്കരുത്. കൂടുതലും ഫുഡ്വെയർ, റീറ്റെയിൽ, ഫാഷൻ, മെർച്ചൻഡൈസ്, അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു കരിക്കുലമാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്. കാരണം അവരുടെ സെറ്റ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് പറഞ്ഞാൽ അങ്ങനെ ഫുഡ്വെയർ ഇൻഡസ്ട്രി ആണ്. പിന്നെ പറഞ്ഞാൽ FDDI AIST ഓൾ ഇന്ത്യ സെലക്ഷൻ. അപ്പോൾ FDDIയിലെ എൻട്രൻസ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് സിലബസ് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, വെർബൽ ആബിലിറ്റി, ജനറൽ അവയർനെസ് ആൻഡ് ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, പിന്നെ പറഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മൾ പ്ലേസ്മെന്റ് ആണ്. ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു നോർമൽ ഡിഗ്രി എടുത്ത് വിചാരിക്കുക, പിന്നെ നമുക്ക് ഒരു പക്ക ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റക്ക് ആവും. ഇപ്പോൾ ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നമ്മൾ നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. പക്ഷെ ഈ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ നമുക്ക് കോഴ്സ് കഴിഞ്ഞ മുന്നേ തന്നെ ക്യാമ്പസിലേക്ക് റിക്രൂട്ട്മെന്റിന് ഓരോ കമ്പനീസ് എല്ലാം വരും. അപ്പോൾ നമുക്ക് ഓൾറെഡി പണി ആയതിനു ശേഷമായിരിക്കും പിന്നെ നമ്മൾ ബാക്കി പഠിക്കുക. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണുന്നത്. ഓക്കെ, പിന്നെ പ്ലേസ്മെന്റ് പറയുമ്പോൾ 82% പ്ലേസ്മെന്റ് ഉണ്ട്. ലൈക്ക് വലിയ വലിയ കമ്പനീസ് ആണ്, അഡിഡാസ്, പ്യൂമ, ബാറ്റ, ലിബർട്ടി. ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ കമ്പനീസ് വരുമ്പോൾ തന്നെ നമ്മുടെ എക്സ്പോഷറും അങ്ങനെയല്ല, ലൈഫ് ഓൾമോസ്റ്റ് സെറ്റിൽ ആണ്. കാരണം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പലർക്കും അറിയില്ല. അപ്പോൾ തന്നെ
കോമ്പറ്റീഷനും ഒന്നോട് കുറവായിരിക്കും. ഓക്കെ, പിന്നെ കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, മാസ്റ്റേഴ്സ് കോഴ്സ് ഒരു റൺ ചെയ്യുന്നുണ്ട്. MBA ഇൻ റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർച്ചൻഡൈസ്, MDS ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷന്. അപ്പം നോയിഡയിലാണ് മെയിൻ ക്യാമ്പസ് വരുന്നത്. പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞാൽ ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, റോഹ്താഗ്, ജോധ്പൂർ, ചിന്ദ്വാര, ഗുണ, അങ്ങനെ 12ഓളം ക്യാമ്പസ് ആണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാം. അപ്പം നമ്മളെല്ലാവരും ട്രെയിനിൽ സഞ്ചരിച്ച വ്യക്തികളാണെന്ന് തോന്നുന്നു. അപ്പം ട്രെയിനിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഈ ട്രെയിന് അതായത് പഠിപ്പിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ അടുത്ത് തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഗാട്ടി ശക്തി വിശ്വവിദ്യാലയ. ഗുജറാത്തിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞാൽ ഇവിടെ ഈ ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നാട്ടിൽ കാണുന്ന ട്രെൻഡ് പറഞ്ഞാൽ RRB, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എക്സാം എഴുതി കയറുന്ന ഓൾമോസ്റ്റ് ആൾക്കാരാണ് ഉള്ളത്. പക്ഷേ ഹലോ ഹലോ വോയിസ് ക്ലിയർ അല്ലേ? യെസ് ആ സർ. ക്ലിയർ ആണ് പറഞ്ഞു. യെസ്. RRB എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ജോബിലേക്ക് പോവുക. പക്ഷേ ഇതിനെല്ലാം ആ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ പല പല കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BTech ഉണ്ട്, MTech ഉണ്ട്, MA ഉണ്ട്. BTech വരുന്നത് പറഞ്ഞാൽ BTechന് റെയിൽ എഞ്ചിനീയറിംഗ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ റെയിൽ എഞ്ചിനീയറിംഗിന്റെ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത് ജോസ, ഐ മീൻ JEE മെയിൻ്റെ മാർക്ക് ബേസ്ഡ് ആയിട്ടാണ് അവിടെ അഡ്മിഷൻ റൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ MTech BSc തന്നെ ഉണ്ട്, BSc റെയിൽവേ എഞ്ചിനീയറിംഗ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ പറ്റിയൊന്നും നമ്മ തീരെ അവെയർ അല്ല. ഓക്കെ, പിന്നെ വലിയ വലിയ റിക്രൂട്ടേഴ്സ് ആണ് വരുന്നത്, അവിടേക്കെല്ലാം റിക്രൂട്ട് ചെയ്യാം. പിന്നെ ഈ RRBയിൽ തന്നെ ഗ്രൂപ്പ് F പോസ്റ്റിലേക്കെല്ലാം അവിടെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വരുന്നുണ്ടെന്നാണ് കേട്ടത്. ഓക്കെ, അപ്പോ അതറിയണം. ഹലോ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളാണ് ഗാന്ധി ശക്തി വിശ്വവിദ്യാലയം. ഗാട്ടി ശക്തി വിശ്വവിദ്യാലയ. അപ്പോൾ ബാക്കി പറയുകയാണെങ്കിൽ അവിടെ BTechനെല്ലാം ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഫീസ് വരും. ലൈക്ക് ബാക്കി NITനും IITനും കമ്പയർ ചെയ്യുമ്പോൾ JSVന് കുറച്ച് ഫീസ് ഹയർ ആണ്. പക്ഷെ അത് വേർത്താണ്, റിയലി വേർത്താണ്. കാരണം ഇന്ത്യയിലെ തന്നെ ആകെ ഈ റെയിൽവേനെ പറ്റി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് JSV മാത്രമാണ്. ഓക്കെ, അപ്പോ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയാൻ തോന്നുന്നു. അപ്പോ ഈ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, എനിക്കറിയാം, ചെന്നൈ. ഹലോ ഇത് പയ്യൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് നിർത്തണ? ഹലോ ഹലോ, ആരൊരു മൈക്ക് ഓൺ ആണ്. ഹലോ, മൈക്ക് ഓൺ ആണ്, ഒന്ന് മൈക്ക് ഓഫ് ചെയ്യോ? അതെ, ഹലോ അപ്പോൾ ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങിനെ പറ്റി പറയാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഞങ്ങൾ പാക്ക് ചെയ്തിട്ടാണ്. സോ ഇതിന് വേണ്ടി പഠിപ്പിക്കാനായിട്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്നുണ്ട്. സോ അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് എന്നാണ് പറയുക. പിന്നെ അവിടെ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഓൾമോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് ആണ് അവിടെ മെയിൻ ആയിട്ട് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈ ആണ്. പിന്നെ സെന്റേഴ്സ് പറഞ്ഞാൽ ഡൽഹി, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ, അഹമ്മദാബാദ്, വിസാഖിലാണ്. അപ്പോൾ നമ്മുടെ ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ലൈക്ക് UN തന്നെ ഇതിന് സെപ്പറേറ്റ് എല്ലാം സർട്ടിഫിക്കറ്റ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് IIP പറയുന്നത്. ഞാൻ ഇതിനെ പറ്റി അറിഞ്ഞത് തന്നെ ഈ അടുത്ത് അവിടെ ഒരു വാക്കൻസി വന്നു കണ്ടപ്പോൾ ഞാൻ ഇവിടുന്ന് നോക്കിയത്. അപ്പോഴാണ് ഇങ്ങനെയുള്ളത് അറിഞ്ഞത്.
അപ്പോൾ ആ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പാക്കേജിംഗ് എന്നുള്ള 2 കൊല്ലത്തെ കോഴ്സാണ്. അതാണ് അവിടെ കീ പ്രോഗ്രാം ആയിട്ട് പറയുന്നത് അതാണ്. പിന്നെ M.Tech ഇൻ പാക്കേജിംഗ് ഉണ്ട്. പിന്നെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ആൻഡ് ഷോർട്ട് ടേം കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓൾമോസ്റ്റ് എക്സാം ബേസ്ഡ് ആണ്. എക്സാം അവർ കണ്ടക്ട് ചെയ്യും. പിന്നെ അതിന് പുറമെ ഒരു ഇന്റർവ്യൂ സെക്ഷൻ കൂടി ഉണ്ടാവും. അത് രണ്ടും ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് IIP-യിലേക്കെല്ലാം എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഡിഗ്രി കോഴ്സസ് BSc-യും MSc-യും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാക്കിംഗ് ടെക്നോളജിയിലെല്ലാം. ഓക്കെ, പിന്നെ ഹൈലൈറ്റ് ആയി പറയുന്നത് വെച്ചാൽ പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റ് നെസ്ലെ, HUL, HDFC, കൊക്കോള ഇത്തരമെല്ലാം പ്രീമിയം കമ്പനീസ് എല്ലാം റിക്രൂട്ട് ചെയ്യാൻ വരും. ഓക്കെ, പിന്നെ പറഞ്ഞാല് നമുക്ക് കേരളക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ മറൈൻ എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ള ഏക ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു വലിപ്പം പറയുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഉള്ളിൽ തന്നെ അവർക്ക് പഠിക്കാനായിട്ട് ഒരു ഷിപ്പ് തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഹലോ, ഓഡിബിൾ അല്ലേ? Yes, sir. ഓക്കെ, പിന്നെ പറഞ്ഞാല് അവിടെ കൂടുതലും മറൈൻ എഞ്ചിനീയറിംഗിന് ബേസ്ഡ് ആയിട്ടുള്ളത് ആണ് നടത്തുന്നത്. പക്ഷേ IMU CET പറഞ്ഞ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ഈ മെർച്ചന്റ് നേവിയിലേക്കെല്ലാം കുട്ടികളെ ഒരുപാട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ മറൈൻ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ട് വരുന്നത് നമ്മുടെ കുഞ്ഞാലി മരക്കാർ KMSME-യിലാണ്. ഓക്കെ, അപ്പം പ്രോഗ്രാം പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് BTech ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ അതിനുള്ള സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ അവർ കണ്ടക്ട് ചെയ്യാണ് ചെയ്യുക. കുസാറ്റ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കുസാറ്റിന്റെ എൻട്രൻസ് എക്സാമിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം വരിക. പിന്നീട് പറഞ്ഞല്ലോ കുസാറ്റ് എൻട്രൻസ് എക്സാം. പിന്നെ പ്ലേസ്മെന്റ് പറയുമ്പോൾ നമുക്ക് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് റിക്രൂട്ടേഴ്സ് ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലോ, ബ്ലാക്ക് റോക്ക്, അങ്ങനെ ഒരുപാട് കമ്പനീസ് എന്ത് ചെയ്യും, ഓൾറെഡി കുട്ടികളെ ടൈപ്പ് ചെയ്യും. പിന്നെ സ്കോളർഷിപ്പ് പലതുപോലെ പ്രൊവൈഡ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ പഠനം അവിടെ പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പോഷറും പിന്നെ തിയററ്റിക്കലും പ്രാക്ടിക്കലും ഒക്കെ നമുക്ക് വളരെയധികം എക്സ്പോഷർ കിട്ടുന്ന സ്ഥലമാണ് KMSME. പിന്നെ കുറെ 5-6 കൊല്ലങ്ങളായിട്ട് അവിടെ 100% പ്ലേസ്മെന്റ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി അത്രേ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. പിന്നെ പറഞ്ഞാല് IIM കോഴിക്കോടിനെ പറ്റിയാണ് പറയാനുള്ളത്. IIM കോഴിക്കോട് ഒരിക്കലും അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. പക്ഷേ IIM കോഴിക്കോട് ഈ കൊല്ലം ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഒരു ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ IIM കോഴിക്കോട് ലൈക്ക് IIMs ഒന്നും പൊതുവെ ഇങ്ങനെ UG കോഴ്സസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ലായിരുന്നു. പിന്നീട് അവര് ഈ അടുത്ത് ജിപ്മാറ്റ് IPMAT പറഞ്ഞ എക്സാംസിലൂടെ പോയി അവര് 5 കൊല്ലത്തെ കോഴ്സ് ഇപ്പം BBA-യും MBA-യും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ അതുപോലെ IIM കോഴിക്കോട് എന്ത് ചെയ്ത് ഈ കഴിഞ്ഞ ഈ അക്കാദമിക് ഇയറിൽ അവര് BMS ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് ഹലോ കണ്ടിന്യൂ ചെയ്തോളൂ ക്ലിയർ ആണ്. ഓക്കെ, IIM കോഴിക്കോട് BMS പ്രോഗ്രാം ഈ കൊല്ലം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാല് അവർ IIM കോഴിക്കോട് പറയുമ്പോൾ IIM കോഴിക്കോട് തന്നെ ഓഫ് ക്യാമ്പസ് വരുന്നുണ്ട്. ഓഫ് ക്യാമ്പസ് കൊച്ചിയിലാണ് വരുന്നത്. അപ്പോൾ കൊച്ചിയിലാണ് ഈ കോഴ്സ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം അവർ കണ്ടക്ട് ചെയ്യാണ് ചെയ്യുക. IMU BMS ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് IMK BMS ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് എക്സാമിന് പേര് കരുതുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്താ പഠിക്കാൻ ഉണ്ടാവുക ചോദിച്ചാൽ മാനേജ്മെന്റ്, ലിബറൽ ആർട്സ്, ടെക്നോളജി ഇത്തരത്തിലുള്ള കൂടുതലും ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള കരിക്കുലായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം IMK BMS ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. പിന്നെ JEE മെയിൻസിന്റെ
മാർക്ക് നമുക്ക് നല്ല ഹയർ ആണെങ്കിൽ അത് വഴി ഇന്റർവ്യൂക്ക് പോവാം. അപ്പോൾ ഈ എക്സാം എഴുതി കിട്ടിയിട്ട് അതിലൊരു ടോപ്പ് 10 വരുന്ന കുട്ടികൾ എന്ത് ചെയ്യും, അവർ ഇന്റർവ്യൂ ചെയ്യും. ആ ഇന്റർവ്യൂവിന്റെ മാർക്ക് ബേസ്ഡ് ആയിട്ടായിരിക്കും പിന്നീട് അവർ അഡ്മിഷൻ നൽകുന്നത്. ഓക്കെ, പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, അപ്പോൾ ഏകദേശം നമ്മളൊരു മിഡിൽ ക്ലാസ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു 25 ലാക്കോളം 4 കൊല്ലത്തെ പഠനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. പക്ഷെ അത് വേർത്താണ്. കാരണം നമ്മൾ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ എം ഇന്റെ ഒക്കെ പ്ലേസ്മെന്റിന്റെ റേഷ്യോ ഒക്കെ അറിയാലോ. ഓൾമോസ്റ്റ് 1 crore 2 crore അത്രത്തോളം പ്ലേസ്മെന്റ് ഓഫർ ചെയ്യാൻ ഐ എം കോഴിക്കോടിന്റെ ടാഗ് മാത്രം മതി നമുക്ക് ഏതൊരു കമ്പനിയിലും കയറാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാന്ന് തോന്നുന്നു. അപ്പോൾ ICFREIWST ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ബാംഗ്ലൂരു. അപ്പോൾ നമ്മൾ സ്കൂളിലെല്ലാം കുറെ ബെഞ്ചിലും ഇതിലൊക്കെ കുത്തുപണി എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും. പക്ഷെ അതിന് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു പൈസ ആക്കാനുള്ള ഒരു മാർഗമാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ. അപ്പോൾ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിനെ പറ്റി പഠിക്കാനായിട്ട് ഇന്ത്യയിലെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IWST ബാംഗ്ലൂരു. ഓക്കെ, അപ്പോൾ 1938 ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് പറഞ്ഞാൽ PG പ്രോഗ്രാംസ് ആണ് അവർ മെയിൻ ആയിട്ട് റൺ ചെയ്യുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വുഡ് ആൻഡ് പാനൽ പ്രോഡക്ട്സ് ടെക്നോളജി. പിന്നെ ഒരു 1 year കോഴ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ PhDക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത്. ലൈക്ക് നമുക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടെ PhDക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നീട് മെയിൻ ആയിട്ട് പറഞ്ഞാൽ അവിടെയും നമ്മുടെ അക്കാദമിക് എക്സ്പോഷർ ആണ്. കാരണം ഇത്രയും റയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇതിന് എൻട്രൻസ് എക്സാം കാര്യമായിട്ട് അങ്ങനെ വരുന്നില്ല. നമ്മളിപ്പോ അവിടെ ഒരു UG പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള അഡ്മിഷൻ പ്രോസസ് പറഞ്ഞാൽ നമ്മൾ +2ന്റെ ഒക്കെ മാർക്ക് ബേസ്ഡ് ആണ് വരിക. ഓക്കെ, പിന്നീട് PGക്കാണെങ്കിലും അങ്ങനെ തന്നെ അവരായിട്ട് സെപ്പറേറ്റ് എക്സാമിനേഷൻ ഒന്നും റൺ ചെയ്യുന്നില്ല. അപ്പോൾ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ വുഡ് സയൻസ്, ഫോറസ്റ്റ് പ്രോഡക്ട്സ്, ടിംബർ എഞ്ചിനീയറിങ്, ബയോ കോമ്പോസിറ്റ്സ്, പ്ലൈവുഡ് പേപ്പർ അങ്ങനെയുള്ളതാണ്. പിന്നെ PhDs ഏതാ എനിക്ക് ഓഫർ മാത്രം ഫീൽ ചെയ്യുന്നു. എന്താണ് ഹലോ, പറയൂ ഓഡിയോ ഒരു മിസ്സിംഗ് ഉള്ള പോലെ എനിക്ക് മാത്രമാണോ എന്നറിയില്ല. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? അപ്പൊ പറഞ്ഞതൊന്നും കേട്ടില്ല. ലാസ്റ്റ് പറഞ്ഞ ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ പറഞ്ഞാൽ വുഡ് സയൻസ്, ഫോറസ്റ്റ് പ്രോഡക്ട്സ്, ടിംബർ എഞ്ചിനീയറിംഗ്, ബയോ കോമ്പോസിറ്റ്സ്, പ്ലൈവുഡ്, പേപ്പർ ഇത്തരത്തിലുള്ള ഏരിയസ് ആണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അവർ റൺ ചെയ്യുന്ന PhD പ്രോഗ്രാംസ് പറഞ്ഞാൽ വുഡ് സയൻസിലുണ്ട്, ഫോറസ്ട്രിയിലുണ്ട്, ഫോറസ്റ്റ് പ്രോഡക്ട്സിലുണ്ട്. പിന്നെ ഡിപ്ലോമ കോഴ്സസ് ഞാൻ പറഞ്ഞല്ലോ, അവർ മെയിൻ ആയിട്ട് വരുന്നത് APG പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് ആണ്. അത് വരുന്നത് പറഞ്ഞാൽ വുഡ് സയൻസ് ടെക്നോളജിയിലുണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഷോർട്ട് ടേം ആയിട്ടും അവർ നമ്മളെ ഇപ്പൊ ഒരു കൈത്തൊഴിൽ രീതിയിൽ അവർ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ബാംഗ്ലൂര് മല്ലേശ്വരത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പം കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞാൽ നമുക്കിപ്പോ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ICF ഞാൻ പറഞ്ഞല്ലോ, ഇത് ICFREന്റെ അണ്ടറിലാണ് വരിക. അപ്പൊ അതിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ FRI ഉണ്ട്, AFRI ഉണ്ട്. പിന്നെ വുഡ് ആൻഡ് പ്ലൈവുഡ് ഇൻഡസ്ട്രീസിനെ പറ്റി നമുക്ക് ആ ഒരു മേഖല ഉണ്ടല്ലോ, ആ സെക്ടറിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന കുട്ടികൾക്ക് ഭയങ്കര പ്രയോറിറ്റി ആണ് അവർ കൊടുക്കുന്നത്. പിന്നെ ടീച്ചിങ് ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പോ ഇവിടുന്നൊക്കെ പഠിച്ചിറങ്ങുകയാണെങ്കിൽ ഇപ്പൊ ആകെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും പല പല കരിയറിൽ പോവുകയാണെങ്കിൽ തന്നെ അവിടെ പഠിപ്പിക്കാൻ ആൾക്കാരാണല്ലോ. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷനായി പറയുന്നത് അവരെ പഠിച്ച കുട്ടികൾ തന്നെ ആയിരുന്നു. അപ്പം അക്കാദമിക്കിൽ നമ്മൾ ടീച്ചിങ് കരിയറിൽ താല്പര്യം ഉണ്ടെങ്കിൽ
അവിടെ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള ഒരു സ്കോപ്പ് കൂടുതലാണ്. ഓക്കെ, അപ്പോ ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ടൈമിന്റെ ഒരു ബൗണ്ട് ഉണ്ട്, അപ്പം ഒരുപാട് കൊണ്ടുപോയില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസിനെ ടൈം ആക്കാൻ തോന്നുന്നു. വസീംക്ക, യെസ്, ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ആ ക്ലാരിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ലെങ്കിൽ നമുക്ക് വല്ല വൈൻഡ് അപ്പ് ചെയ്യാം. ആ അതിലൊരു സംശയം എനിക്കുണ്ട്. ഗതിശക്തി ഓക്കെ. വിശ്വവിദ്യാലയ ഇവിടുത്തെ അഡ്മിഷൻ എങ്ങനെയാണ്? എൻട്രൻസ് ആണോ അതോ +2 മാർക്കോ അല്ലെങ്കിൽ ജെയോ അങ്ങനെ ഏത് ബേസിലാണ്? അത് എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ നോക്കുന്നത്. ബിടെക് ഇൻ റെയിൽവേ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് JEE മെയിൻസിന്റെ മാർക്ക് ബേസ്ഡ് ആണ് വരിക. പിന്നെ അവർ തന്നെ BSc പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്, BScയും പിന്നെ BBA പ്രോഗ്രാംസ് എല്ലാം. അതിന് അവർ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യല്. ഓക്കെ. നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ സർ, ഓക്കെ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയില് +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് എങ്ങനെയാണ് അവർക്ക് അഡ്മിഷൻ ഉണ്ടാവണം? ഇന്റഗ്രേറ്റഡ് കോഴ്സസിന് അവര് എൻട്രൻസ് നടത്തുകയാണോ അല്ലെങ്കിൽ CUT വഴിയാണോ? അത് ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും അവർ CUT, കോമേഴ്സ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ ബേസ്ഡ് ആണ് അവർ നടത്തല്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ MSCയിൽ, പിന്നെ അവർ 5 ഇയർ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാവും. അതിനെല്ലാം അവര് അഡ്മിഷൻ. ഓക്കെ, ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ. സാർ നമസ്കാരം. ഈ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് പറഞ്ഞല്ലോ, അപ്പൊ അതെ, അതിന്റെ ആസ്ഥാനം സ്ഥലം നമ്മൾ കൊച്ചിയിലാണ്. ഹലോ, സർ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ അവിടുത്തെ അഡ്മിഷൻ MUC എന്ന് പ്രോസസ് പറയുന്ന എങ്ങനെയാണ്? കോഴ്സ് കുഞ്ഞാലിമരക്കാർ കുഞ്ഞാലിമരക്കാരാണോ? അഡ്മിഷൻ പ്രോസസ് സെലക്ഷൻ. സെലക്ഷന് അത് കുസാറ്റിന്റെ എൻട്രൻസ് എക്സാം ഉണ്ട്. കുസാറ്റ് അറിയാലോ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ അവർ സെപ്പറേറ്റ് നടത്തുന്ന എക്സാമിനേഷൻ ആണ്. അത് നമ്മൾ അപ്പിയർ ചെയ്താലാണ്. ഇതിനായിട്ട് കോൾ ഫോർ ചെയ്യും. അതെ. ഓക്കെ, താങ്ക് യു. ഏത് ടൈം ആയിരിക്കും എന്നറിയോ വിളിക്കുന്നത്? ഐ തിങ്ക് ജൂലൈ ആ ടൈമാന്ന് തോന്നുന്നു. അത് കറക്റ്റ് ഒന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, എന്തായാലും +2 കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. സർ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു, അത് എനിക്ക് ക്ലിയർ ആയില്ല, ഒന്ന് പറയാമോ? MUCL ഇന്റഗ്രേറ്റഡ് കോഴ്സ്. അത് MSc. ഹലോ, അതെന്താണ്? അതൊന്ന് MSc MSc അല്ല, ഇത് MSc പ്രോഗ്രാം. ഓക്കെ, ഫുൾ നെയിം ഫുൾ ആയിട്ടൊന്ന് പറയാം, എക്സ്പാൻഡ് ചെയ്തിട്ടൊന്ന് പറയാം. അത് വെച്ചാല് ബാച്ചിലേഴ്സ് ഇൻ ഹലോ ഹലോ, ബാച്ചിലർ സീൽ എന്ന് പറഞ്ഞാല്
സോഷ്യൽ എന്റർപ്രണർഷിപ്പ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടാണ് സീൽ എന്ന ഷോർട്ട് നെയിമിലാണ് അറിയാം. അപ്പോൾ അതിൻ്റെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 4th ഇയറോ 5th ഇയറോ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ പാരീസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് പോണ്ടിച്ചേരി ടൈപ്പ് ആണ്. അപ്പം ഇവിടെയുള്ള സ്റ്റുഡൻസ് അവിടേക്ക് പോകും, അവിടെയുള്ള സ്റ്റുഡൻസ് ഇവിടേക്ക് വരും. അപ്പം അതിലൂടെ തന്നെ അക്കാദമിക് എക്സ്പോഷറും ഒരു കൾച്ചറൽ ചേഞ്ചും അവിടെ നടക്കും. അപ്പം PhDs എല്ലാം അവിടുന്ന് ചെയ്യാനും ഒക്കെ പുറത്തുനിന്ന് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബെസ്റ്റ് കോഴ്സാണ്. അപ്പം അതിൻ്റെ അഡ്മിഷൻ വരുന്നത് CUT എൻട്രൻസ് എക്സാമിന് ബേസ്ഡ് ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ചാറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ. അതെ അതെ, RI 3 ഡിഗ്രി ലഭിക്കുന്ന 3നും ഈക്വലൻ വാലിഡിറ്റി ഉണ്ട്. B.Ed അതെ അതെ അതെ, PSCന്റെ റെഗുലേഷൻസ് അനുസരിച്ചൊക്കെ നമുക്ക് പ്രശ്നങ്ങളില്ല. ട്രിപ്പിൾ മേജർ അലൗഡ് ആണ് PSCന്റെ. ഓൾമോസ്റ്റ് ഇപ്പോൾ PSC നോട്ടിഫിക്കേഷൻ എല്ലാം നോക്കിയാൽ കാണാം, നമുക്ക് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂരിൽ നിന്നുള്ള ഇന്റഗ്രേറ്റഡ് BSc B.Ed ഉള്ളവർക്ക് ഇന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം, അങ്ങനെ അവർ പറയുന്നുണ്ട്. വാലിഡിറ്റിന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ അത് ട്രിപ്പിൾ മേജർ സിസ്റ്റം ഇനി എത്ര കൊല്ലങ്ങൾ ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല, കാരണം പുതിയ NEP അനുസരിച്ച് അറിയിലും മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആയുഷിനെ പറ്റി പറയുകയാണെങ്കിൽ ആയുഷിന്റെ എൻട്രൻസ് ഞാൻ പറഞ്ഞല്ലോ, ആയുഷ് അവർ സെപ്പറേറ്റ് എൻട്രൻസ് നടത്തലാണ്. അപ്പം അവിടെ ആ ഒരു ഡിഗ്രി ഉണ്ടല്ലോ BALSF പറഞ്ഞുള്ള, അതാണ് അവരുടെ കീ ആയിട്ട് വരുന്നത്.